പെസഹ. ലൂക്ക 22 15 യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോട് കൂടി ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഈശോയുടെ മനസ്സ് വെളിപ്പെടുത്തുകയാണ്. എന്താണ് പെസഹ? ഞാൻ അത്യധികം സ്നേഹിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്താണ് എൻ്റെ ആഗ്രഹം? നിങ്ങളോട് കൂടി പെസഹ ഭക്ഷിക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. സ്വർഗത്തിനൊരു കൊതിയുണ്ട്, സ്വർഗത്തിനൊരു ആഗ്രഹം മനസ്സിൽ വരികയാണ്. ഈശോ പറയുക, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, അത്യധികം ആഗ്രഹിക്കുന്നു. എന്താണ് അത്യധികം ആഗ്രഹിക്കുന്നു? ആ ആഗ്രഹത്തിൻ്റെ ആ വലിയ നന്മയെക്കുറിച്ച് കാണുക. എത്രമാത്രം വലിപ്പം ഈശോയുടെ മനസ്സിൽ ഈ പെസഹ ആചരിക്കാൻ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് കൂടി പെസഹ ഭക്ഷിക്കാൻ അത്യധികം ആഗ്രഹിച്ചു. സ്നേഹമുള്ളവരെ, ഈശോയുടെ വലിയ ആഗ്രഹമാണ് പെസഹ, ഒരുമിച്ചുള്ള പരിശുദ്ധ കുർബാന അർപ്പണം. സ്വർഗത്തിൻ്റെ സ്നേഹമാണ് ഒരു ബലിപീഠത്തിങ്കലേക്ക് നമ്മൾ ഒരുമിച്ച് ചേരുന്നത്. നമ്മുടെ ആഗ്രഹമോ നമ്മുടെ ഒരുക്കമോ നമ്മുടെ പരിശ്രമമോ എന്നതിനപ്പുറമായി സ്വർഗത്തിൻ്റെ സ്നേഹം നിന്നെ വല്ലാതെ ബലിപീഠത്തിങ്കലേക്ക് ആകർഷിച്ചിട്ടുണ്ട് എന്നത് പെസഹ ദിനത്തിൽ ഓർക്കാം. ബലിപീഠത്തിനൊരു ആകർഷണമുണ്ട്. ബലിപീഠത്തിന് നിന്നിലേക്ക് നൽകുന്ന ഒരു സ്നേഹത്തിൻ്റെ ആകർഷണമുണ്ട്. ഈ അപ്പത്തിൽ നിന്നും ഈ വീഞ്ഞിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന സ്നേഹത്തിൻ്റെ ആകർഷണം. പെസഹ ഈ ആകർഷണത്തിൻ്റെ തിരുനാളാണ്. ഈശോയിലേക്ക് നിന്നെ വലിച്ചെടുക്കുന്ന, ചേർത്ത് വയ്ക്കുന്ന ആകർഷണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അത്യധികം ആഗ്രഹിക്കുന്ന ഒരു തിരുനാൾ. ഈ പെസഹ ഒരുപാട് അനുഗ്രഹത്തോടെ നിവൃത്തിയാക്കാൻ, സ്നേഹത്തോടെ നിവൃത്തിയാക്കാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. പെസഹയുടെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും. ആമേൻ.